നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് ഇന്നലെ കണ്ടു. ഒടുവില് ബാലേന്ദ്രൻ അലീനയെ കൊണ്ടുപോയി സ്റ്റാലിന്റെ അടുത്ത് വിടുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ ഒരു ശോകമൂകമായ അവസ്ഥയായിരുന്നു കടപ്പാട്ടൊരു വീട്ടില്. മനുഷ്യങ്കറും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല കുട്ടികൾക്ക്. ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ ധർമ്മ സങ്കടത്തിലിരിക്കുകയാണ്. ആഹാരം പോലും ആർക്കും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേങ്കിൽ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും അവരെയൊക്കെ വിളിച്ചിട്ട് മനുഷ്യങ്കരോട് ഞാൻ ആഹാരം കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. രോഹിത്ത് പറഞ്ഞു എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും മനുഷ്യങ്കരോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു വിഴുന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ മനുഷ്യങ്കർ അവരെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കാനായിട്ട് വിളിക്കുകയാണ്. മനുഷ്യങ്കറിനറിയാം അലീന ഇവിടുന്ന് പോയതുകൊണ്ട് അവർക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ അവരെ ശാസിക്കാനായിട്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്, അവർക്ക് മേലെ എപ്പോഴും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അലീന ഉണ്ടായിരുന്നു. പിന്നെ അലീന ഉള്ളപ്പോ അവർക്ക് കുട്ടികൾക്ക് നല്ലൊരു ഉത്സാഹം തന്നെയാണ്. പിന്നെ ഇത്രയും നാളും അവരോടൊപ്പം കഴിഞ്ഞല്ലേ. രോഹിത്തിന്റെയും ബബിതയുടെയും ഒക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ അവർക്കൊക്കെ ആ മാറ്റം ഉണ്ടാകാൻ കാരണം അലീനയാണ്. അതും അവർക്ക് നന്നായിട്ടറിയാം. അപ്പൊ അതുപോലെ തന്നെ അലീന അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അലീന ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനുള്ളൊരു പ്രത്യേക വെളിച്ചവും കാര്യങ്ങളൊക്കെയാന്ന് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. ഇപ്പോഴവിടെ ഒരു വല്ലാത്തൊരു ശൂന്യതയും കാര്യങ്ങളും അനുഭവപ്പെടുന്നു. അതൊക്കെ ഓർത്തപ്പം മനുഷ്യങ്കറിന് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്നാലും കുട്ടികളെ വിളിച്ച് അവർക്ക് ഫുഡ് കൊടുക്കണം. കാരണം താനും കൂടെ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കാരാ. അങ്കിള് വരുന്നോടം വരെ താനിവിടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണമെന്ന് മനുഷ്യങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് അവർക്ക് വേണ്ടെങ്കിലും അവർ ആഹാരം കഴിക്കാനായിട്ട് വന്നിരുന്നു. പക്ഷെ അങ്ങനെ ആഹാരം കഴിക്കാൻ വന്നിരുന്നാലും എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഒടുവില് കൃഷ്ണമോള് പറഞ്ഞു, അതെ അലീന ചേച്ചി ചിലപ്പോ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരുമായിരിക്കുമല്ലേ മനുവേട്ടാ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന. അപ്പോഴേക്കും മനുഷ്യങ്കർ മനസ്സിൽ പറഞ്ഞു, എപ്പോഴാണെങ്കിലും അവള് ഇവിടെ തന്നെ വന്ന് ചേരേണ്ടവളല്ലേ, കുടുംബത്തിൽ തന്നെ വന്ന് ചേരേണ്ടവളാ, അതധികം വൈകാതെ തന്നെ സംഭവിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനുഷ്യങ്കറിന്റെ മനസ്സില്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ തിരികെ വന്നു. 8 മണിയായി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ തിരികെ എത്തി. ബാലേന്ദ്രന്റെ കാറിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിതയും കൃഷ്ണമോളും ഒക്കെ സിറ്റ് ഔട്ടിലേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ്. അവരുടെ നോട്ടം കാറിനകത്തേക്കായിരുന്നു. ഇനി എങ്ങാനും അലീന ചേച്ചി തിരികെ വന്നിട്ടുണ്ടായിരിക്കോ, ഇനി 1-ാം തീയതിയോ മറ്റോ ജോലിക്ക് കയറിയാ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അച്ഛൻ തിരികെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഒടുവില് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാറിനകം ശൂന്യമായിരുന്നു. ബാലേന്ദ്രൻ മാത്രമാണ് ഇറങ്ങിയത്. അത് കണ്ടുകഴിഞ്ഞപ്പോ കുട്ടികൾക്കും ഭയങ്കര സങ്കടമായി. ബാലേന്ദ്രൻ വന്നിട്ട് ചിതെന്താ എല്ലാരും കൂടെ സിറ്റ് ഔട്ടില്ല, ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. ഒന്നുമില്ലച്ചാ, വെറുതെ ഒന്നുമല്ല. അല്ല ഞങ്ങളോർത്ത് അലീന ചേച്ചിയെ തിരികെ കൊണ്ടുവരിക്കുന്നു. ആഹാ, തിരികെ കൊണ്ടുവരാനാണോ ഞാൻ അവളെ കൊണ്ടു വിട്ടേന്ന് ചോദിച്ചു. അതല്ല, ഇനി എങ്ങാനും അലീന ചേച്ചി ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോയി വിടുവോന്ന് ചോദിച്ചു. അല്ലച്ചാ, അലീന ചേച്ചിക്ക് വിഷമോ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ സങ്കടം ഇല്ലാതിരിക്കോ? അവള് കരയുന്നുണ്ടായിരുന്നു പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിർത്തിയത്? ഇങ്ങോട്ടേക്ക് തിരികെ കൂട്ടിക്കൊണ്ട് വന്നാ പോരായിരുന്നു എന്ന് ചോദിച്ചു. സങ്കടമൊക്കെ സ്വാഭാവികമല്ലേ. അല്ലച്ചാ, അലീന ചേച്ചിക്ക് അവിടെ എന്ത് ജോലിയാന്ന് ചോദിച്ചു. വീട്ടു ജോലിയാണോ അതോ അവിടെ ഒരു റബ്ബർ കമ്പനി റിസപ്ഷനിസ്റ്റ് ആയിട്ടാ? എന്താ അത് പോരെന്നൊക്കെ ചോദിച്ചു. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കൃഷ്ണമോള് പറഞ്ഞു, അത് മതി. എന്നാലും അലീന ചേച്ചിക്ക് അവിടേക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. അവൾക്ക് നല്ലൊരു മനസ്സുണ്ട്. അവൾക്ക് എവിടെ പോയാലും അവിടേക്ക് അവൾക്ക് ഇഷ്ടപ്പെടും. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അല്ല എന്നാലും അച്ഛൻ തിരിച്ചു വന്നപ്പോ അലീന ചേച്ചിയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്ന് രോഹിത്ത് പറഞ്ഞു. എടാ നീ വിഷമിക്കൊന്നും വേണ്ട, പിന്നെ വിഷമില്ലാതിരിക്കുവോ? എനിക്കാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്ത് ആകെപ്പാടെ സങ്കടപ്പെടുകയാണ്. അപ്പോഴേക്കും ബബിത അരിശം പോലും വീടിനകത്തേക്ക് കയറിപ്പോയി. ആ സമയത്താണ് മനുഷ്യങ്കരനെ കാണുന്നത്. ഇതെന്താ മനു, നീ വീട്ടിൽ പോയില്ലേ? അതെ, അങ്കിള് വന്നിട്ട് പോവാന്ന് ഞാൻ കരുതി. അങ്കിളും കൂടെ ഇല്ല, ഇവർക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്നേന്ന് പറഞ്ഞു. ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബബിത ചോറെടുക്കട്ടെ എന്ന് ചോദിച്ചു. എടുക്കാൻ പറഞ്ഞു. ദേ മനു, നീയും കൂടെ വാ, നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം അങ്കിളേനെ, അത് വേണ്ട, ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് മനുവിന്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കെന്താടാ എത്ര വിഷമം? ഒന്നുമില്ല അങ്കിളെ, നീ സങ്കടപ്പെടുമൊന്നും വേണ്ട,
അവൾക്ക് അവിടെ സുഖ, വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുന്ന സമയത്ത് മനുഷ്യൻ കഴിച്ചു, അല്ലെങ്കിലേ അവൾക്ക് അവിടെ ചെന്നിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താടാ, അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഞാൻ അവളെ കൊണ്ടുവിടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിച്ച അത് പിന്നെ നിന്റെ സംശയം എന്താന്ന് എനിക്കറിയാം. അവളെ എവിടേക്കാ, എങ്ങനെ, എന്താന്നൊക്കെയല്ലേ നിന്റെ സംശയം. ശരി തന്നെയാ. കുളത്തൂപ്പുഴയിൽ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ഞാൻ അവളെ കൊണ്ടുവിട്ടിരിക്കുന്നത്. ഒരു നിമിഷം മനുവിന്റെ മുഖത്തും വല്ലാത്തൊരു ഞെട്ടുണ്ടായി. അല്ലെങ്കിലേ അത് പിന്നെ എടാ, ഒന്നുമല്ലേ അവളുടെ അച്ഛന്റെ അടുത്തല്ലേ, അവൾ അവിടെ സേഫ് ആയിരിക്കും. അവിടെ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പേടി കാണൂല്ലേ, അവളെ നിനക്ക് നഷ്ടപ്പെടുവോന്ന്. അവരെല്ലാം അവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിനക്ക് നഷ്ടപ്പെടുവോന്ന്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനുശങ്കരനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും മനുവിന് ടെൻഷനായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോ എങ്ങനെ, എന്താ, അവളുടെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാ പോയിരിക്കുന്നത്, അവള് ഈ വീടും എല്ലാരും മറന്നു പോവോ എന്നൊരു ഭയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് കുളത്തൂപ്പുഴ വീട്ടില് അലീനയ്ക്ക് ആകെപ്പാട് ടെൻഷനായി. രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടലും കാര്യങ്ങളും. പക്ഷെ എന്തായാലും നായ്ക്കളൊക്കെ അവളോടൊപ്പം അവളുടെ കൂട്ടിനുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആന്റെ ഒപ്പം വന്നിട്ട് നായ്ക്കളെല്ലാം വിളിച്ചോണ്ട് പോയി കൂട്ടി കയറ്റുവാണ്. പക്ഷെ ഒരുത്തനെ മാത്രം കണ്ടില്ല. അവന്റെ പേര് ചൊല്ലി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആന്റെ ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അലീന എവിടുന്ന് ഒരു കട്ടിലിനടിയിൽ തുമ്മുന്നൊരു സൗണ്ട് പോലെ കേട്ടു. നോക്കി കഴിഞ്ഞപ്പോനാ ഒരു നായക്കുട്ടി അത് കട്ടിലിനടി പതുങ്ങി കിടക്കുന്നുണ്ട്. ഒടുവിൽ അലീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പതുക്കെ പുറത്തേക്ക് ഇങ്ങനെ തലയെത്തിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അവൻ അങ്ങനെ ഏറ്റു വന്നു. എടാ, നീയാള് കൊള്ളാലോ, നീ ഇവിടെ പതുങ്ങി കിടക്കുമായിരുന്നല്ലേ, അമ്പടെ കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ചെവിക്ക് പിടിച്ചു. മര്യാദയ്ക്ക് നീ നിന്റെ സ്ഥലത്ത് പോയി കിടന്നോ, കള്ളത്തരമൊന്നും എന്റെ അടുത്ത് നടക്കില്ല, നിനക്കെന്താ അവിടെ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചു. പിന്നീട് ഇച്ചിരി കഴിഞ്ഞപ്പോ ആന്റപ്പൻ അങ്ങോട്ടേക്ക് വന്നു. ആന്റപ്പനാണെങ്കിൽ അന്തം വിട്ടുപോയി. കാരണം ഒരു അൾസേഷൻ നായാണത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുഖത്ത് ഗൗരവഭാവവും കാര്യങ്ങളൊക്കെയാ. ആരും അങ്ങനെ അത്ര അടുപ്പിക്കത്തൊന്നുമില്ല. പക്ഷെ അലീനയുടെ മുന്നിൽ നല്ല പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങിയിരിക്കുന്നു. അലീന പറഞ്ഞതേ ഇവനിവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അല്ല, ഈ നായ്ക്കളെ ഒന്നും കുട്ടിക്ക് പേടിയില്ലേന്ന് ചോദിച്ചു. എന്തിന്? അല്ല, നല്ല പരിചയമുള്ള പോലെയുള്ള ഈ നായ്ക്കളെല്ലാം മോളോട് പെരുമാറുന്നേ. അതെ, ഇവിടുത്തെ നായ്ക്കളല്ല, എല്ലാ നായ്ക്കളും എന്റെ അടുത്ത് അങ്ങനെ തന്നെയാ. അപ്പോഴേക്കും ആന്റപ്പൻ പറഞ്ഞു, എനിക്ക് പേടിയാ, കാരണം പറഞ്ഞാൽ കേൾക്കുമെങ്കിലും എനിക്ക് പേടിയാ, കാരണം എന്താണെന്നറിയാം, എപ്പോഴാ കടി കിട്ടുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് ആ നായനെ വിളിച്ചോണ്ട് ആന്റപ്പൻ മുറിക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോയി. എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ട് തോന്നി, എന്ത് ചെയ്യണം എന്നറിയില്ല. നോയിക്കഴിഞ്ഞപ്പോ പുറത്തൊക്കെ എല്ലാം ലൈറ്റ് പ്രകാശിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലീന കുറെ സമയം നടന്നു. വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടാ, എല്ലാ അത്രത്തെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. എന്തുമാത്രം കറണ്ട് ബില്ല. ഈ കറണ്ട് ബില്ലുണ്ടെങ്കിൽ ഒരു 4-5 അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെയായിരുന്നു അനിലയുടെ മനസ്സിലെ ചിന്ത. കാരണം അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് അവൾക്ക് ഈ ധാരാളിത്തം കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താനിവിടെ കുറച്ചു നാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റാൻലി ജോസഫിന്റെ ധാരാളിത്തം ഒക്കെ ഒന്ന് മാറ്റും. ശരിക്കും പറഞ്ഞാല് താൻ അയാളുടെ മോള് തന്നെയാണോ? തന്റെ അച്ഛന് ബാലേന്ദ്രൻ മതിയായിരുന്നു, സ്റ്റാൻലി ജോസഫ് എന്ന പട്ടാളക്കാരൻ വേണ്ടായിരുന്നു. എന്തോ അയാൾ ഒട്ടും കൂടെ അലീനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അലീന അലോടെ ഇറങ്ങി നടന്ന ഒടുവില് സ്റ്റാൻലി ജോസഫിന്റെ മുറിയുടെ അവിടെ എത്തി. ഇതാണ് കേണൽ സാബിന്റെ മുറി എന്നൊക്കെ ആന്റപ്പ ചേട്ടൻ പറഞ്ഞത്. ഒന്ന് മുട്ടി വിളിച്ചു നോക്കിയാലോ കഥയില്, ചെലപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നാലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അത്താഴം ഉണ്ടാക്കണോ, വിളമ്പണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ, ആരെങ്കിലും കാത്തിരിക്കണോ, അതൊന്നും അലീനയ്ക്ക് അറിയില്ലല്ലോ. അതൊക്കെ ചോദിക്കണം, ചോദിച്ചു നോക്കാം. അങ്ങനെ അവിടുത്തെ അലീന എന്ത് ചെയ്തു, സ്റ്റാൻലിയുടെ കഥയെ മുട്ടി വിളിക്കണം. അപ്പോഴേക്കും അകത്തുനിന്ന് ഘനഗാംഭീര്യമായ ആ ശബ്ദം, യെസ് കമ്മിന്ന്. അലീന പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. കഥവും തുറന്ന് സ്റ്റാൻലി ജോസഫ് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിയിലിരിക്കുന്നുണ്ട്. ഇടതും വലത്തും 1-2 നായക്കുള്ളും ഇരിപ്പുണ്ട്. അലീനയൊന്നും നോക്കി. കുറെ മദ്യക്കുപ്പികളും കാര്യങ്ങളും ഒക്കെ സോഫയിൽ ഇരിപ്പുണ്ട്, ഐസ് ക്യൂബുകളും. ബിഫോർ സമൃദ്ധമായ മദ്യപാനമാണ്. അതുപോലെ തന്നെ സിഗരറ്റും പോയിക്കുന്നുണ്ട്. സിഗരറ്റിന്റെ സ്മെല്ലാണ് ആ മുറി നിറയും. അലീനയ്ക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റാൻലിയാണ് അവളെ കൈകെട്ടി അകത്തേക്ക് വിളിച്ചു. അലീന 1-2 വട്ടം കൂടെ ഒന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക് വെച്ച കാല് പെട്ടെന്ന് തന്നെ പിന്നോട്ടെടുത്തു. അവള് വാതിലടയ്ക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോ തന്നെ സ്റ്റാൻലി അവളെ പേര് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ്. അലീനയ്ക്ക് എന്തോ അകത്തേക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. മദ്യത്തിന്റെ മണവും സിഗരറ്റും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയം സ്റ്റാൻലിക്ക് മനസ്സിലായി അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, താൻ ഇങ്ങനെ മദ്യപിച്ചിരിക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അലീന പെട്ടെന്ന് തന്നെ തന്റെ മുറിയിലേക്ക് തിരികെ പോന്നു.
ഇയാള് തന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് റിട്ടയർഡ് കേണലാണ്. അയാളൊരു കുടിയനാന്ന് തോന്നേ. എന്റെ ദൈവമേ, തന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഇവിടെയാണെങ്കിൽ കുറച്ച് ജോലിക്കാരുണ്ട്, പിന്നെ കുറച്ച് നായ്ക്കളും ഉണ്ട്. അച്ഛൻ എന്ന് പറയുന്ന ആള് ഒരു എക്സ് മിലിറ്ററി ആണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി എങ്ങനെയായിരിക്കും താൻ ഇവിടെ മുറിക്കുള്ളിൽ തന്നെ കഴിയേണ്ട വരുമോ എന്നൊക്കെ ഒരു വല്ലാത്തൊരു സങ്കോചം കാര്യങ്ങളൊക്കെ അലീനയുടെ മനസ്സിലുണ്ട്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടു. അലീന പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോ സ്റ്റാൻലി ജോസഫ്. അയാളാണെങ്കിൽ മദ്യവെച്ച് അയാളുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഞാൻ വിളിച്ചിട്ട് കേൾക്കാത്ത പോലെ തിരികെ വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന കണ്ടാ എനിക്ക് അങ്ങനെ മദ്യപിക്കുന്ന കാണുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതെ, ഞാൻ മദ്യപിക്കും, അതിന് സമയപരിധിയൊന്നുമില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ മദ്യപിക്കും. ഞാനൊരു ആർമിക്കാരനല്ലേ, അത് ശീലമായി പോയതാ. അതിന് ഇത്രമാത്രം മോശമായിട്ട് കാണാനൊന്നുമില്ല. എപ്പോഴും മദ്യപിക്കണമെന്നില്ല, പക്ഷെ തോന്നുന്ന സമയത്ത് ഞാൻ മദ്യപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മുറിയിലേക്ക് കയറി. അതിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ ചോദ്യം വന്നു. അതെ, ഈ വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. സ്റ്റാൻലി ഒരു അമ്പരപ്പോട് കൂടിയിട്ടാണ് അലീനയെ നോക്കി നിന്നിട്ട് ചോദിച്ചു, അതെന്താ ഇഷ്ടപ്പെടാത്തെ? ഇഷ്ടപ്പെട്ടില്ല, അത്ര മാത്രം എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ നമ്മൾ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ആന്റപ്പന്, പിന്നെ ഡ്രൈവർ ബൈജു, പിന്നെ പാചകം ചെയ്യുന്ന പൗലോസ്, പിന്നെ പുറത്തെ ഗാർഡനൊക്കെ നോക്കാനായിട്ട് തങ്കപ്പന, അങ്ങനെ കുറച്ചു പേര്. ഇപ്പൊ അലീനയും ഉണ്ടെന്ന് പറഞ്ഞു. അവരെയൊക്കെ പരിചയപ്പെട്ടോന്ന് ചോദിച്ചു. ആന്റപ്പൻ ചേട്ടനെയും ബൈച്ചേട്ടനെയും പൗലോസേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, അവരെ ചേട്ടനെന്നൊന്നും പറഞ്ഞ് ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ ഇവിടുത്തെ സെർവൻസാ. അവർക്ക് ഞാനാണ് ശമ്പളം കൊടുക്കണമെന്ന് സ്റ്റാൻലി പറഞ്ഞു. അത് കേട്ടതും അലീന പറഞ്ഞു, ഞാനും ഒരു വീട്ടിൽ സെർവന്റ് തന്നെയായിരുന്നു. പക്ഷെ അവിടുത്തെ കുട്ടികളൊക്കെ എന്നെ സ്നേഹത്തോടെ അലീന ചേച്ചി എന്നാ വിളിച്ചിരുന്നേ. അവരെന്നെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, അല്ല, ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞ അലീന അവിടെ ഒരു വേലക്കാരി ആയിരുന്നില്ല എന്നാണ്. അവരാരും നിനക്ക് അന്യരായിരുന്നില്ലെന്നു. അത് ശരിയായിരുന്നു, പക്ഷെ പ്രായം കൂടിയവരെയൊക്കെ ഞാൻ ബഹുമാനിക്കും. അത് വേലക്കാരായിരുന്നാലും ശരി, പിച്ചക്കാരായാലും ശരി. ബ്രജിത്ത മമ്മി എന്നെ അങ്ങനെയാ പഠിപ്പിച്ച്. പണത്തെ ഒട്ടും ബഹുമാനിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് സ്റ്റാൻലിക്ക് ചെറുതായി ഒരു ചിരി വന്നു. അയാളൊന്ന് ചിരിച്ചു. അതെ, നീ ഇവിടുത്തെ സെർവൻസ് അല്ല, എന്റെ മകളാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോഴേക്കും അലീനയെ നോക്കി സ്റ്റാൻലിയുടെ മുഖത്തേക്ക്. അലീനയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ, എനിക്കറിയില്ല ആരാണ് എന്റെ അച്ഛനെന്ന്. കടപ്പാട്ടിലെ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. ഇവിടുത്തെ ജോലിക്കാർക്കും അറിയില്ല ഞാൻ ആരെന്ന്. അറിയായിരുന്നെങ്കിൽ അവരിനോട് ചോദിക്കുമായിരുന്നില്ലല്ലോ എന്നൊക്കെ അലീന ഇങ്ങ് പറയണ. കാരണം ഈ പറയുന്ന ആന്റപ്പനും ബൈജുവിനും ഒക്കെ സംശയം ഉണ്ടായിരുന്നു അലീന വന്നു കഴിഞ്ഞപ്പോ ആരാന്ന്. അപ്പൊ അലീനയോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അലീന കൂടുതലായിട്ടൊന്നും പറഞ്ഞതുമില്ല. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിച്ചു, അവരെന്താ ചോദിച്ചേ? എന്തെങ്കിലും അവർ കൂടുതലായിട്ട് ചോദിച്ചോ? ഞാൻ ആരെന്ന് ചോദിച്ചു. എവിടുന്ന് വരുന്നു? ഈ വീടുമായിട്ടുള്ള ബന്ധം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചത് മുതൽ ഒരു ഓർഫനേജിലായിരുന്നെന്ന്. പിന്നെ ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പത്തിന് സ്റ്റാൻലിയുടെ മുഖത്ത് ഗൗരവമായി. അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, അതല്ലേ സത്യം. സത്യം പറയാനായിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ആദ്യം വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ യജമാനത്തെ അംഗീകരിക്കപ്പെട്ടാൽ അതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട്. അതിനു പകരം ആദ്യം യജമാനത്തെയായി പ്രഖ്യാപിച്ചിട്ട് പിന്നീട് വേലക്കാരിയായി തരം താഴ്ത്തപ്പെട്ടാലോ പിന്നെ തലയുയർത്തി നടത്താൻ പറ്റുമോ? അത് ശരിയാ, നീ പറഞ്ഞത് ശരിയാ സ്റ്റാൻലി എന്ന് പറഞ്ഞു. എന്നാലും സ്റ്റാൻലിയുടെ മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല നീ ആരാണെന്നുള്ള കാര്യം. അതെ, മനഃപൂർവ്വം ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാത്തതാ. കാരണം ആരോടും എനിക്ക് പറയാൻ തോന്നിയില്ല. ആകെപ്പാടെ എനിക്ക് കുറച്ച് ദിവസങ്ങളെ കിട്ടിയിട്ടുള്ള. നീ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന്. കാരണം എനിക്ക് നിന്നെ ആദ്യം ഒന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്റെ മകളാന്നുള്ള കാര്യം. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അംഗീകരിച്ചതെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്ത്രീകൾക്കൊക്കെ പൊതുവെ ഒരു സ്വഭാവം ഉണ്ട്. അവർക്ക് ഈ മദ്യപാനികളെയും അതുപോലെ പുകവലിക്കുന്നവരുടെ ഒക്കെ ഭയങ്കര ഒരു അനിഷ്ടം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും എന്റെ സ്വകാര്യ സുഖങ്ങളാണ്, അതെനിക്കില്ലാന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് സ്റ്റാൻലി പറഞ്ഞപ്പോ അലീന ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടിലും നീ കൈ കടത്തില്ലെന്നാ. എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എന്റെ പേഴ്സണൽ കാര്യങ്ങളായാലും ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. അലീന ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ആന്റപ്പൻ അങ്ങോട്ടേക്ക് വന്നു. എന്താടോ എന്ന് ചോദിച്ചു. ആന്റപ്പൻ ഒന്നുമില്ലാന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കടന്നു. അതെ, നിനക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വാർഡോബി മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാം. ഇനിയിപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ വേറെ മേടിച്ചു തരാന്ന് പറഞ്ഞു.
അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അലീന പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ആവശ്യത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, അതെ, എന്തെങ്കിലും വെച്ചുണ്ടാക്കി തന്നെ പറഞ്ഞാൽ മതി, ഞാനെല്ലാം വെച്ച് വിളമ്പി തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, അത് നിന്റെ സെർവന്റ് ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ല, അറിയാലോ, വെച്ച് വിളമ്പാനൊക്കെ ഇവിടെ ആളുണ്ട്, അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഭക്ഷണം കഴിക്കണ്ടേ, വന്നോളാനൊക്കെ പറഞ്ഞ് സ്റ്റാലി വിളിച്ചു. സ്റ്റാലി വിളിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേനും അലീന ഒരു നിമിഷം നിന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് സ്റ്റാലി ചോദിച്ചു, പറഞ്ഞത് കേട്ടില്ലേ, ഒന്ന് കൂടുതൽ തവണ എനിക്കൊരു കാര്യം പറയുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇങ്ങ് നോക്കി, അതെ, എത്ര തവണ വിളിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ വന്ന് കഴിച്ചാൽ പോലെ, ഇല്ലെങ്കിൽ എനിക്ക് കഴിക്കേണ്ട കാര്യമില്ലെന്ന് അലീനയും പറഞ്ഞു. അലീനയ്ക്ക് തോന്നി താനാണ് ഇങ്ങനെ പറയുന്നതെന്ന് പോലും തോന്നിയില്ല, കാരണം അലീന ഇങ്ങനൊന്നും ആയിരുന്നില്ല. പക്ഷെ സ്റ്റാലിയുടെ പെരുമാറ്റം അത് അലീനയെ വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അച്ഛനാണ്, ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല അലീന വന്ന് ചേർത്ത് പിടിക്കും സ്നേഹത്തോടെ. പക്ഷെ ഒരു പരിക്ക് സ്വഭാവമാണ് സ്റ്റാലിനെ കാണിക്കുന്നത്, അത് അലീനയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സ്റ്റാലി ചോദിച്ചു, അല്ല നിനക്ക് വിശപ്പില്ലേ? വിശപ്പ് ഇന്നലെ വരെ ഞാനേ വൈകുന്നേരം 9:30-ക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ഇതിപ്പോ 8 മണി ആയതല്ലേ ഉള്ളൂ. ഈ സമയത്ത് വിശക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് താമസം പിടിക്കും, കാരണം പുതിയ ശീലങ്ങളൊക്കെ പഠിച്ചു വരണ്ടേന്ന് ചോദിച്ചു. ഓ, ഓക്കെ ഓക്കെ, അത് വളരെ ശരിയാണ്, എങ്കിൽ ശരി, നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഇനി ഇവിടുത്തെ ചിട്ടിയൊന്നും തെറ്റിക്കണ്ട, ഞാൻ എന്റെ ചിട്ടിയല്ലേ തെറ്റിക്കണ്ടേ, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് അലീന വന്നു. വിഭവസമൃദ്ധമായ സദ്യ തന്നെ പാൽവാസ് ചേട്ടനും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ആന്റപ്പനും. സ്റ്റാലി ആണെങ്കിലോ ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിയും മുള്ളുമൊക്കെ ഉപയോഗിച്ചാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ആ ഡൈനിങ് ടേബിളിൽ തന്നെ ഒരു പ്രത്യേക ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. വൃത്തിയായും ചിട്ടയായിരുന്നു ഫുഡ് കഴിക്കുക, ആ പ്ലേറ്റ് നിരിക്കുക, അങ്ങനെയൊന്നും ശബ്ദം ഉണ്ടോ ഉണ്ടാക്കാതിരിക്കുക, ഒരു പട്ടാള ചിട്ടയാണ് അവിടെ. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ആരുതാനും. കത്തിയും മുള്ളി എല്ലാം കൂടെ അലീനയുടെ മുന്നിലേക്ക് സ്റ്റാലി എടുത്ത് നിരത്തി വെച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അലീന കത്തിയും മുള്ളുമൊക്കെ എടുത്ത് നോക്കി. അപ്പോഴേക്കും സ്റ്റാലി നിർദ്ദേശിച്ചു, അത് വെച്ച് കഴിക്കാൻ പറഞ്ഞു. അലീനയാണെങ്കിൽ ഒരു ചിക്കൻ പീസ് കുത്തിയെടുത്ത് അതിൽ പ്രയോഗം ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ടൊന്നും അലീനയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതെ, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് ദേഷ്യം വന്നു. അലീന പെറുപിറുത്തു, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കത്തിയും മുള്ള സ്പോഞ്ച് അല്ലല്ലോ, സ്റ്റീൽ അല്ലേന്ന്. ആ സമയത്ത് സ്റ്റാലി അലീനയെ രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് നോക്ക്, എന്നിട്ട് അത് നോക്കി കാണ്, എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാലി അത് കാണിച്ചു കൊടുത്തു. ശരിയാണ്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അത് അതിൻ്റെതായ രീതിക്കാണ് കഴിക്കുന്നത്. അലീനയാണെങ്കിൽ അതൊന്ന് അനുകരിച്ചു നോക്കി. ഒരു ചിക്കൻ പീസ് തെറിച്ച് പ്ലേറ്റിൽ നിന്ന് താഴേക്ക് ചാടിപ്പോയി. അലീനയ്ക്കാണ് ആകെപ്പാടെ ടെൻഷനായി. ദൈവമേ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇനി ഇവിടെ നിന്ന് ചീത്ത കേൾക്കേണ്ട വരുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും സ്റ്റാലി വഴക്കൊന്നും പറഞ്ഞില്ല. സാരമില്ല, അടുത്ത പീസ് എടുത്ത് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട, ഞാൻ കൈയും കൊണ്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. അത് കേട്ട് സ്റ്റാലി പറഞ്ഞു, ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാ, ടേബിൾ മാനേഴ്സ് എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു. അലീന ഒരു നിമിഷം ഇങ്ങനെ അനങ്ങാതിരിക്കുവാണ്. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. അലീന പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് പീസ് എടുത്തിട്ട് കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. സ്റ്റാലിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവളെന്താ ഇങ്ങനെ ധിക്കാരം കാണിക്കുന്ന, അനുസരണ ഇല്ലാത്തവളാണോ എന്നൊരു ചിന്തയുണ്ടായി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനി ഇവള് അനുസരണ ഇല്ലാത്ത താൻ പറയുന്നൊന്നും അനുസരിക്കില്ലേ എന്നൊരു ചിന്ത. ഈ സമയത്ത് അലീന എന്ത് ചെയ്തു, താഴെ വീണ ചിക്കൻ പീസ് എടുത്തു. എന്നിട്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇതെന്താ, നീ എന്താ താഴെ വീണൊക്കെ എടുത്ത് കഴിക്കുന്നത്, ഇച്ചിരാണോ എടുത്ത് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, എന്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു ഇറച്ചി കഷ്ണം താഴെ വീണിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് മണ്ണക്കളഞ്ഞിട്ട് അത് തിന്നിട്ടുമുണ്ട്. പിന്നെ ഒരു കല്യാണ സദ്യക്ക് മിച്ചം വന്നത് കേടായതും അങ്ങനെയൊക്കെയുള്ള ആഹാരമൊക്കെ ഞങ്ങൾക്ക് കിട്ടാറില്ല, അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും വേസ്റ്റ് ആക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. ഒരു പീസ് താഴെ പോയെന്ന് ഓർത്തുകൊണ്ട് അതൊന്ന് എടുത്ത് കുട്ടി കുടഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇതുപോലും കിട്ടാതെ ഓരോ അനാഥാലയത്തിൽ എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയാവോ? ഒരു ചിക്കൻ പീസിന് വേണ്ടിയിട്ട് എത്ര പേരിങ്ങനെ കൊതിക്കുന്നുണ്ടെന്ന് അറിയാവോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിക്ക് ദേഷ്യം വന്നു. അതെ, മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്, സംസാരമൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അലീന പിന്നെ ഒന്നും മിണ്ടിയില്ല. അലീന ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അലീനയ്ക്ക് എന്തൊക്കെയോ കുറച്ചുകൂടെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അലീന അവിടെ കൊണ്ട് നിർത്തി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥകൾ പറയണേന്ന് കേട്ടോ.
അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.